ഹായ് ഹലോ. റമളാൻ്റെ സ്പെഷ്യലൊന്നല്ല കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 6 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കുറുക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റാം. അപ്പം അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ, ബാക്കടിച്ച് പോകണ്ട. ഞാനെടുത്ത പോലെ ചെറിയൊരു കഷ്ണം നേന്ത്രപ്പഴം, അതിൻ്റെ സെൻറ്ററിലുള്ള കറുത്ത പോർഷൻസൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. 2 ഈത്തപ്പഴം അല്ലെങ്കിൽ 1, അതിൻ്റെ കുരുവും കളയുക. ഒരു ചെറിയ പീസ് ക്യാരറ്റും കൂടി എടുത്തിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് എന്താ പറയുക 6 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് കൊടുക്കാൻ ഒരുപാടൊന്നും കഴിച്ചില്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ കഴിക്കാനും നമ്മൾ ഒരുപാട് മെനക്കെടുമല്ലേ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അത് വേവിക്കാൻ ഈസി ആയിട്ട് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ചെറിയൊരു ആവി പാത്രമാണ് കേട്ടോ ഇത്. നല്ല യൂസ്ഫുള്ളായി നമുക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിക്കണം. ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് ആറിയിട്ട് വേണം ഒഴിക്കുക. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുഞ്ഞിന് മാത്രം ഉണ്ടാക്കാനായിട്ടൊരു പാത്രമായി, നല്ല ചെറിയൊരു സ്റ്റീമറും, അങ്ങനെ എല്ലാത്തിനും കൂടി ഉപയോഗമുള്ളൊരു സംഭവമാണ് കേട്ടോ. പറ്റുമെങ്കിൽ വാങ്ങിക്കോട്ടോ. അങ്ങനെ ഇത് ഇട്ടിട്ട് ഇതിനകത്ത് കുറച്ച് മുങ്ങാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം. സ്റ്റീം ചെയ്തിട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ അങ്ങനെയാകുമ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോഴല്ല, കുറച്ച് കട്ടിയാകുമ്പോൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് ഒഴിക്കണം. ഇതാകുമ്പോൾ കുറച്ച് വെള്ളം അധികം ഒഴിച്ചിട്ട് ആ വെള്ളമൊക്കെ വറ്റി കുറച്ചൊരു എസൻസ്, ഒരു സ്പൂണ് മാത്രം എസൻസ് എന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ ചാറ് കിട്ടും. ആ ചാറിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ കുറേ സമയം ചെറിയ തീയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം പെട്ടെന്ന് കുക്കാവുന്ന ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിടുന്ന വെച്ചാൽ കഴിക്കുന്ന മക്കൾക്ക് നല്ല എന്താ പറയുക, നല്ലൊരു സംഭവമാണ്. ഒന്നാമത് നല്ല ഹെൽത്തിയാണ്. പഴമായാലും ക്യാരറ്റായാലും ഈത്തപ്പഴമൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ഒരു 1-2 സ്പൂൺ മാത്രമേ കഴിക്കുന്നുള്ളൂ. എന്നാലും സ്ഥലം നമ്മൾ മെനക്കെട്ടാക്കും. അതിൻ്റെ ടേസ്റ്റ് പിടിക്കുമ്പോൾ അവർ കഴിച്ചോളും. കഴിക്കുന്നില്ല എന്ന് വെച്ച് നമ്മൾ വിട്ട് കളയറ്. പിന്നെയും നമ്മൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അവർക്ക് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും ഇത് കഴിക്കേണ്ടതാണെന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ മോൾ അത്രയേ കഴിച്ചിട്ടില്ലൂ. മധുരത്തോട് വലിയ താല്പര്യമില്ല. അധികം ഈ കഞ്ഞി അങ്ങനെയുള്ള സംഭവമാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിന് ചെറിയ ഇഡ്ഡലി തട്ടിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ആവിയിൽ കഴിക്കുന്ന ഇഡ്ഡലി റാഗിൻ്റെ ഇഡ്ഡലിയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ കുഞ്ഞ് അങ്ങനെ ആക്കാം. നമ്മൾ സാധാരണ ഇഡ്ഡലി ആയാലും ഒരു മിനി ഇഡ്ഡലി അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് രണ്ടുണ്ട് കാര്യം, അത് വേറെ കാര്യം. അങ്ങനെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടൊക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി ചൂടാറാൻ വെക്കുമല്ലോ. ചൂട് ആറിയതിന് ശേഷം മാത്രമേ ഇത് ഉടച്ചു കൊടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ചൂടാറിക്കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഈ ഫ്രൂട്ട്സും അതായത് ഈ പഴവും ക്യാരറ്റും വലിച്ചെടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ആ ഒരു പാകമായി വരും കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പം കുറച്ച് അങ്ങോട്ട് ഒരു 8 മാസമെല്ലാം 9 മാസമെല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് ഉടച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തവി കൊണ്ടൊക്കെ ഉടച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചൂട് മൊത്തത്തിൽ ആറിയതിന് ശേഷമാണ് മിക്സിയിൽ ഇട്ടിട്ടടിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞു മക്കളുണ്ടാകുമ്പോൾ നമ്മൾ ഒരു മൈൻഡാക്കാത്ത പോലെ ആവണ്ടല്ലോ. അപ്പോൾ നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ആക്കിയിട്ട് ഒരു ബൗളിൽ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ മക്കൾക്കും ഓരോരോ ചെറിയ സ്പൂണ് വായിൽ വെച്ച് കൊടുത്താൽ നമ്മളും എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈം എന്നുള്ളൊരു രീതിയിലാവുമല്ലോ. അപ്പോൾ ഈ ഒരു കാണുമ്പോൾ മനസ്സിലാവും. കുറച്ച് അതിൻ്റെ വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഞാനിത് ആദ്യമില്ലേ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അരച്ചു. അപ്പം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ ബാലൻസ് വന്ന ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയൊന്ന് അരച്ചെടുത്തിട്ടാണ്. അപ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു രീതിയിൽ. അപ്പോൾ കുറച്ച് ഏകദേശം ഒരു 5-6 സ്പൂണുണ്ട്. പക്ഷേ 2 സ്പൂണറ്റേ കഴിച്ചിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കും കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചെറിയ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ, ട്രൈ ആക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.